നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ US വ്യാപാര കരാർ ഏകദേശം ധാരണയായി. ഏതായാലും ആദ്യഘട്ടം മാർച്ച് പകുതിയോടെ ഒപ്പിടാനാണ് പദ്ധതി. ലീഗൽ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപ്പാക്കുക. അതിനുശേഷമാണ് US-നായി ഇന്ത്യ തീരുവ കുറയ്ക്കുന്ന നടപടികളും ചെയ്യൂ. ഏതായാലും ഈ കരാറിന് ശേഷം ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, ഇന്ത്യ അറബ് രാജ്യങ്ങളുമായി, അതായത് GCC രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കമായി എന്നുള്ളതാണ്. അതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ അന്തിമമാക്കി ധാരണാപത്രം ഒപ്പിട്ടു. ഇന്ത്യയും 6 ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗൾഫ് സഹകരണ കൗൺസിലും തമ്മിലാണ് സ്വതന്ത്ര വ്യാപാര കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കമായത്. ചർച്ചയിലെ പരിഗണനാ വിഷയങ്ങൾ, അതായത് ടേംസ് ഓഫ് റെഫറൻസ്, അന്തിമമാക്കി ധാരണാപത്രവും ഒപ്പിട്ടു. ഇതോടുകൂടി ഒട്ടുമിക്ക രാജ്യങ്ങളും ഭാരതവുമായി ഒരു സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്കായും വ്യാപാര കരാറിന് വേണ്ടിയും ഭാരതത്തെ സമീപിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയും നിരവധി രാജ്യങ്ങളുമായി ഉള്ള ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിലും ബാക്കി കാര്യങ്ങളിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ അജയ് ഭാദുവും GCC ചീഫ് നെഗോഷിയേറ്റർ ഡോക്ടർ റസ അൽ മൽസുഖിയുമാണ് ധാരണാപത്രം കൈമാറിയത്. UAE, സൗദി അറേബ്യ, അതുപോലെ ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവരാണ് ഈ GCCയിലെ അംഗങ്ങൾ. അതായത് 2006-ലും 2008-ലും GCCയും ഇന്ത്യയും തമ്മിൽ വ്യാപാര ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ GCC മാറ്റിവെച്ചതോടെ മൂന്നാം ഘട്ടം തുടർ ചർച്ചകൾ നടന്നില്ല. രാജ്യാന്തര തലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ കരാറിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഡോക്ടർ റസ അൽ മൽസുഖി പറഞ്ഞത്. ഇത് ലോകത്തിനാകെയുള്ള സന്ദേശമാണ്. രാജ്യാന്തര സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഭീഷണികൾ നേരിടാൻ ഈ സമയത്ത് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതായത് കൂടുതൽ രാജ്യങ്ങൾ ഇതുപോലെ പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കരാർ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് നമ്മുടെ ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ കരാർ ഇന്ത്യയുടെയും GCC രാജ്യങ്ങളുടെയും ഭക്ഷ്യ ഊർജ സുരക്ഷ ഉറപ്പാക്കും. $17,900 കോടി ഉഭയകക്ഷി വ്യാപാരം നിലവിലുണ്ട്. GCC രാജ്യങ്ങൾക്ക് ആവശ്യമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ ഇന്ത്യൻ യുവതലമുറയ്ക്ക് സാധിക്കും. അതേസമയം നമ്മുടെ ഊർജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണത്തിനും വളർച്ചയ്ക്കും GCC രാജ്യങ്ങൾക്ക് ഇന്ത്യയെ സഹായിക്കാനാകുമെന്നും നമ്മുടെ ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടി. ഇത്രയേറെ രാജ്യങ്ങളുമായുള്ള ഈ വ്യാപാര സൗഹൃദം, സ്വതന്ത്ര വ്യാപാര കരാർ ഒരുപക്ഷെ നമ്മുടെ ട്രംപ് നമുക്ക് ഇന്ത്യക്ക് 25% തീരുവയും പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ച് വീണ്ടും 25% അധിക തീരുവകൾ ചുമത്തി അങ്ങനെ 50% തീരുവ ചുമത്തപ്പെട്ടതിന് ശേഷമാണ് ഒരുപക്ഷെ നമ്മളെ ഗവൺമെൻറ് മോദി വീണ്ടും കൂടുതൽ അമേരിക്കയുടെ കച്ചവടം കുറയുകയാണെങ്കിൽ പകരം നമ്മുടെ വാണിജ്യ വ്യവസായങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുവാനും നഷ്ടങ്ങൾ വരാതിരിക്കുവാനും അവരുടെ എക്കണോമി കുറയാതിരിക്കുവാനും വേണ്ടി പകരം കൂടുതൽ കച്ചവടം മറ്റ് പലയിടങ്ങളിലായി ആ കച്ചവടം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ പല രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുകയും അതുപോലെ തന്നെ പല രാജ്യങ്ങളുമായും ഇപ്പോൾ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഒരു സാഹചര്യമാണ് ഈ ഇന്ത്യ GCC സ്വതന്ത്ര വ്യാപാര കരാർ. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടമാണ്. ഗൾഫിലേക്ക് യഥേഷ്ടം സാധനങ്ങൾ കയറ്റി അയക്കാൻ കഴിയും. എന്തുകൊണ്ടും ഈ ഒരു കരാർ എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. കാരണം UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ GCC രാജ്യങ്ങളിലെ GCC മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ഈ രാജ്യങ്ങൾക്ക് യഥേഷ്ടം സാധനങ്ങൾ കയറ്റി അയക്കുവാനും അങ്ങനെ നമ്മുടെ കയറ്റുമതി വ്യാപാരം രംഗത്ത് ഒരല്പം കുതിച്ചുകയറ്റം നടത്താനും ഭാരതത്തിന് കഴിയും. അത് നമ്മുടെ GDP വളർച്ചയിലുമൊക്കെ കാര്യമായി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്തായാലും വരുന്ന ആളുകളിൽ കൂടുതൽ രാജ്യങ്ങൾ
രാജ്യങ്ങളുമായുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ സാധ്യമാകട്ടെ, ചർച്ചകളെല്ലാം പൂർത്തിയാവട്ടെ, അതുപോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം രാജ്യത്തിൻ്റെ വളർച്ചയാണ് ഏതൊരു പൗരനും ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ കുതിച്ചുകയറ്റവും നമ്മുടെ രൂപയുടെ മൂല്യവും അതുപോലെ നമ്മുടെ വ്യവസായ വാണിജ്യ രംഗത്തെ ഒന്ന് സമ്പുഷ്ടീകരണം നടത്താനും അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും കയറ്റുമതികൾ ലാഭകരമാക്കാനും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.